പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് പറയപ്പെട്ടതാകുന്ന പ്രവാചകന്മാർ 25 നാമമാണ്, 25 പേരുകളാണ്. ആ 25 പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ എടുത്തു പറഞ്ഞിട്ട് പറയുന്നു, ചിന്തിക്കണേ മുഅ്മിനീങ്ങളെ, ഇവർ സാലിഹീങ്ങളാണ്, സാലിഹീങ്ങളാണ്. എന്തിനാണ് നമ്മൾ മദ്രസയിലേക്ക് വിടുന്നത്? എന്തിനാണ് ദീനി കലാലയത്തിലേക്ക് വിടുന്നത്? ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? സാലിഹാവുക എന്നുള്ളതാണ്. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് ദഅവത്തിന് വേണ്ടി, ദീനി പ്രബോധനത്തിന് വേണ്ടി അയച്ചിട്ടുള്ളതാകുന്ന മുഴുവൻ റസൂലുകളും അമ്പിയാക്കന്മാരും ഒക്കെ സാലിഹീങ്ങളായിരുന്നു. ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്, അവരൊക്കെ സാലിഹീങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളും എന്താവണം? സ്വാലിഹാകാൻ വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഉസ്താദുമാരുടെ കൈക്ക് പിടിച്ചിട്ട് പറയലെന്താ? ഉസ്താദ്, എന്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം, ദുആ ചെയ്യണം, പറയാറില്ലേ? അപ്പൊ അതൊക്കെ പോയി. ഉസ്താദ് ഒരു വണ്ടി എടുക്കണം, വീടും സ്ഥലവും വിറ്റ് കിട്ടണം, കുറച്ച് ഫുലൂസ് ഇല്ല, പൈസയുടെ വിഷയങ്ങളുണ്ട്, സാമ്പത്തികമായിട്ട് ഭയങ്കര നിരക്ക, ഉസ്താദ് അപ്പൊ അതൊക്കെയാ പറയല്ലേ. ഇപ്പൊ ദുന്യാവാണ്, ആഖിറൊന്നും ആരും അങ്ങനെ ചോദിക്കലില്ല. സാലിഹായ ഒരു കുട്ടിയെ തരണമെന്ന് ചോദിക്കുന്നവർ എത്ര പേരുണ്ട്? വളരെ വിരളാണ്. അങ്ങനെ ചോദിക്കണം, കേട്ടോ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. അതിനാണ് ആയത്ത് ഓതി പറയുന്നത്, ഇവിടെ ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുകയാണ്. തീർച്ചയായും നാം ഇബ്രാഹിമിനെ തിരഞ്ഞെടുത്തു. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ, ഈ ദുനിയാവിൽ നാം ഇബ്രാഹിമിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അദ്ദേഹം സമുന്നതനായ വ്യക്തിയാണ്. ഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്സാലിഹീൻ, അദ്ദേഹം തീർച്ചയായും പാരത്രിക ലോകത്ത് സാലിഹീങ്ങളോടൊപ്പമാണ്, സാലിഹീങ്ങളിൽപ്പെട്ട വ്യക്തി അത്രേ. അല്ലാഹു പറയാൻ ആരെക്കുറിച്ച്? ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി മങ്കൂസ് മൗലൂദിലുണ്ടാകുമ്പോ ഭയങ്കര അലീസല, ഇത് കഴിയുമ്പോ ചീരണി കിട്ടും. ഇപ്പൊ ഒന്നുമില്ല. ഉറക്കെ പറയും സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. പ്രവാചകന്മാരുടെ പേര് കിട്ടുമ്പോൾ പറയണം. നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മളെ ആരും ബഹുമാനിക്കാത്തത്. വാപ്പ ഉറക്കെ ചെല്ലണം അലൈഹിസ്സലാം എന്ന്. അപ്പൊ വാപ്പയെ കാണുമ്പോൾ മക്കൾ എഴുന്നേൽക്കും. മുൻഗാമികളെ ബഹുമാനിക്കണം, ആദരിക്കണം, പ്രത്യേകിച്ച് പ്രവാചകന്മാരെ. ഉറക്കെ ചെല്ലണം സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. നിങ്ങളെ നല്ല സ്റ്റേണായിട്ട് നിന്ന ഞാൻ അതിനനുസരിച്ച് പ്രസംഗിക്കും. അല്ലെങ്കിൽ ഉറക്കം തൂങ്ങുകയാണ്, ഞാൻ വേഗം സലാമത്തായി പോകും. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരാണെന്ന് അള്ളാഹു പറയാൻ, ഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പാരത്രിക ലോകത്ത് ആരോടൊപ്പമാണ്? സാലിഹീങ്ങളോടൊപ്പമാണ്. വിശുദ്ധമായ ഖുർആൻ ഉള്ള ശ്രദ്ധിക്കണേ നിങ്ങൾ. എന്തുകൊണ്ട്? ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം? അള്ളാഹു പറഞ്ഞിട്ടുള്ള എന്ത് കാര്യവും അക്ഷരം പ്രതി അനുസരിച്ചിട്ടുണ്ട്. ആര്? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഖുർആൻ പറയാണ്, ഇദ ഖാല ലഹു റബ്ബുഹു അസ്ലിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു അത്രേ, അല്ലയോ ഇബ്രാഹിമേ, നീ പരിപൂർണമായി വഴിപ്പെടണേ, വഴിപ്പെടണേ. അസ്ലിം, നീ എനിക്ക് പരിപൂർണമായി വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണേ. ഉടനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് തിരിച്ചു പറയുകയാണ്, അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്ലംതു ലില്ലാഹി അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
സർവലോക സംരക്ഷകനായ സർവാധിപതിയായ അല്ലാഹുവിന് ഞാനിതാ പരിപൂർണമായി വഴിപ്പെട്ടിരിക്കുന്നു. ഏതൊരു പദം കൊണ്ട് അല്ലാഹു കൽപ്പിച്ചു അതേ കൽപ്പന നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ശിരസാവഹിച്ചുകൊണ്ട് റബ്ബിനോട് പറയുകയാണ്. അസ്ലിമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പറഞ്ഞു അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക സംരക്ഷകനായ അല്ലാഹുവിന് ഞാനിതാ പരിപൂർണമായി വഴിപ്പെട്ടിരിക്കുന്നു എന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ മദ്ഹ് ചെയ്തുകൊണ്ട് പറയുകയാണ്. വഇദ് ബതലാ ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് എല്ലാ നിലയ്ക്കുമുള്ളതാകുന്ന വചനങ്ങൾ നാം കൊടുത്തപ്പോൾ ഏത് നിലയ്ക്കുള്ള പരീക്ഷണങ്ങൾ നാം നൽകിയാലും അതെല്ലാം പരിപൂർണമായി പൂർത്തീകരിച്ച വ്യക്തിയാണ് സയ്യിദുനാ ഇബ്രാഹിം എന്ന് വിശുദ്ധമായ ഖുർആൻ. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മാ സഫിഹ നഫ്സഹു. അതുകൊണ്ട് തന്നെ ഈ ഇബ്രാഹിമിന്റെ ചര്യയെ വിട്ടുകൊണ്ട് ആരാണ് ചിന്തിക്കുന്നത്? അവൻ പമ്പര വിഡ്ഢിയല്ലയോ? അവൻ സ്വന്തമായി വിഡ്ഢിയായി നടക്കുന്നവനല്ലയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വരെ പരിശുദ്ധ പ്രവാചകനാകുന്ന നമ്മുടെ നബിയാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വരെ അല്ലാഹു കൽപ്പിച്ചത് വത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ. നബിയേ ഇബ്രാഹിമിന്റെ ചര്യയെ പിൻപറ്റണേ, ഇബ്രാഹിമിനെ അനുധാവനം ചെയ്യണേ ഹബീബേ. കാരണം ഇതൊരു സാധാരണ മനുഷ്യനല്ല, ഇതൊരു സാധാരണ മനുഷ്യനല്ല. അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള സർവകാര്യങ്ങളും പരിപൂർണമായി ഏറ്റെടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കവേ വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ. പടച്ച റബ്ബിനെ അനുസരിച്ചുകൊണ്ട് തഖ്വ വെച്ചുകൊണ്ട് ജീവിച്ചതുകൊണ്ട് തന്നെ ഇദ്ദേഹം പാരത്രിക ലോകത്ത് സാലിഹീങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്. ഇദ്ദേഹം സാലിഹായ മനുഷ്യനാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരാണ്? സാലിഹായ മനുഷ്യനാണ്. ഇബ്രാഹിം നബിയുടെ മകൻ സയ്യിദുനാ ഇസ്ഹാഖ് നബി ഖുർആൻ പറഞ്ഞു സാലിഹാണ്. وبشرناه بإسحاق نبيا من الصالحين. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നാം ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് സന്തോഷ വാർത്ത അറിയിച്ചു. മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയല്ലയോ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിന് നാം സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇസ്ഹാഖ് എന്ന പൊന്നുമോനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ആരാണ് ഇസ്ഹാഖ്? നബിയ്യം മിനസ് സാലിഹീൻ, സാലിഹീങ്ങളിൽ പെട്ടതാകുന്ന പ്രവാചകരത്രേ. ശുദ്ധ ഖുർആൻ. ഇസ്ഹാഖ് നബി ആരാണ്? സാലിഹായ മനുഷ്യൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഉറക്കെ പറയാം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല അടുത്ത പ്രവാചകൻ. എണ്ണിയാ തീരൂല, സമയം ഒരുപാട് പോകും. ആയത്തുകളാണ്, വേറൊന്നുമില്ല. നല്ലതുപോലെ ശ്രദ്ധിച്ചോ. എന്തിനാ അള്ളാഹു ഇങ്ങനെ മുൻഗാമികളാകുന്ന ഈ പ്രവാചകന്മാരൊക്കെ സാലിഹാണെന്ന് പറയുന്നത് എന്തിനാ? ഈ ഉമ്മത്ത് പഠിക്കാൻ. നമുക്ക് ഖുർആൻ ഇറങ്ങിയത് ആരെക്കുറിച്ചാ സാലിഹ എന്ന് പറയുന്നത്? മുൻഗാമികളാകുന്ന പ്രവാചകന്മാരെ കുറിച്ച്. എന്തിന്? അവരോടൊപ്പം ചേരണം. അതിനുവേണ്ടിയാണ് ഈ മദ്രസയിലേക്ക് വിടുന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. بسم الله الرحمن الرحيم وأدخلناه في رحمتنا إنه من الصالحين. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുകയാണ്. സയ്യിദുനാ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ നാം നമ്മുടെ കാരുണ്യത്തിൽ പ്രവേശിപ്പിച്ചു. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം സ്വർഗ്ഗരതിയെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളാണ്.
ലൂത്ത് നബി അലൈഹിസ്സലാം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെതാകുന്ന ഏതാനും ചുരുങ്ങിയതാകുന്ന സാലിഹീങ്ങൾ ഒഴികെ ബാക്കിയുള്ള സർവരും മോശമായ രീതിയിൽ ചിന്തിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബിയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന കുറഞ്ഞ ആളുകളെയും ഒഴിച്ച് ബാക്കിയുള്ള നാട്ടുകാരെ പരിപൂർണമായി അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലാഹു ഇല്ലാതാക്കുകയാണ്. സംഭവങ്ങളെല്ലാം അല്ലാഹു വിവരിച്ചിട്ട് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വഅദ്ഖൽനാഹു ഫീ റഹ്മതിനാ. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിനെ നശിപ്പിക്കാതെ, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതെ നമ്മുടേതാകുന്ന കരവലയത്തിൽ നാം ഒതുക്കി, നമ്മുടേതാകുന്ന സംരക്ഷണം നാം കൊടുത്തു. അദ്ദേഹം നമ്മുടെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം വിശ്വാസിയാണ്. അദ്ദേഹം സാലിഹായ മനുഷ്യനാണ്. അദ്ദേഹം മോശമായ വ്യക്തിയല്ല. അദ്ദേഹം ആരാണ്? സാലിഹായ വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നാം ബുദ്ധിമുട്ടിച്ചില്ല, ഇടങ്ങേറാക്കിയില്ല. ഖുർആൻ ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെയും പറയാൻ സാധിക്കും. ഖുർആൻ സമയമില്ല, അവരൊക്കെ ഓതിയാൽ ഒരുപാട് സമയമെടുക്കും. 25 പേരെ കുറിച്ചും അല്ലാഹു പറയുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ. സൂറത്തുൽ അൻആം ദാ 1-2 പ്രവാചകന്മാരുടെ പേരുകൾ അടുപ്പിച്ച് അല്ലാഹു പറയുന്നു. ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വവഹബനാ ലഹു ഇസ്ഹാഖ വയാഖൂബ് കുല്ലൻ ഹദൈനാ ونوحا هدينا من قبل ومن ذريته داود وسليمان وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിനെയും ദാവൂദ് നബി അലൈഹിസ്സലാമിനെയും യഹ്യാ നബി അലൈഹിസ്സലാമിനെയും ഈസാ നബി അടക്കമുള്ളതാകുന്ന മൂസാ നബി അടക്കമുള്ള സർവ്വ പ്രവാചകന്മാരെയും എണ്ണിയിട്ട് അല്ലാഹു പറയുകയാണ്, കുല്ലും മിന സ്വാലിഹീൻ. ഇവരെല്ലാവരും സ്വാലിഹീങ്ങളിൽ പെട്ടവരത്രേ. ഇവരെല്ലാവരും എന്താണ്? സ്വാലിഹീങ്ങളാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? അല്ലാഹുവിന് ആഫിയ ഇൽമ നൽകട്ടെ. ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരെയും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരെ പറ്റി. വയുകല്ലിമുന്നാസ ഫിൽ മഹ്ദി വകഹലാ വമിനസ് സാലിഹീൻ. തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിച്ചതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം സ്വാലിഹീങ്ങളിൽ പെട്ടതായ വ്യക്തിയത്രേ. ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ് സാലിഹീൻ. ബഹുമാനപ്പെട്ടതാകുന്ന യൂനുസ് നബി അലൈഹിസ്സലാമിനെ നാം തിരഞ്ഞെടുത്തതാണ് പ്രവാചകനായി. ഇന്നഹു മിനസ് സാലിഹീൻ. അദ്ദേഹം സാലിഹീങ്ങളിൽ പെട്ടവരാണ് എന്നും വിശുദ്ധമായ ഖുർആൻ. ഇങ്ങനെ ആയത്ത് ഇഷ്ടം പോലുണ്ട്. പ്രവാചകന്മാർ അവരൊക്കെ എന്താണ്? സ്വാലിഹാണ്. എന്തിനാ നമ്മൾ സാലിഹാകുന്നത്? എന്തിനാ സാലിഹാകുന്നത്? ഇവരിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ്. സാലിഹീൻ ഉൾപ്പെടാൻ വേണ്ടിയാണ്. അല്ലാഹു സാലിഹീൻ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. കാരണം സാലിഹീങ്ങളിൽ ചേരുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. അങ്ങനെ സാലിഹീങ്ങളിൽ ചേർക്കണേ എന്ന് ദുആയിരുന്നിട്ടുണ്ട് ആര്? സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. ഉറക്കെ പറയ്, സയ്യിദുനാ യൂസുഫ്. ആരാ യൂസുഫ് നബി? അൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം, യൂസുഫ് ബിൻ യഅഖൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം, ശഫീഉനാ റസൂലുള്ളാഹി. മാന്യന്റെ മകൻ, മാന്യന്റെ മകൻ, മാന്യന്റെ മകനാണ് യൂസുഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം, യൂസുഫ് ബിൻ യഅഖൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം, ശഫീഉനാ റസൂലുള്ളാഹി. ഇബ്രാഹിം നബിയുടെ മകൻ സയ്യിദുനാ ഇസ്ഹാഖ്.
ഇസ്ഹാഖ് നബിയുടെ മകൻ സയ്യിദുനാ യാക്കൂബ്. യാക്കൂബ് നബിയുടെ മകനാണ് സയ്യിദുനാ യൂസുഫ്. ഒക്കെ ആരാണ്? പ്രവാചകന്മാരാണ്. പരമ്പര മുഴുവനും പ്രവാചകന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, യൂസുഫ് എന്ന് പറയുന്ന പ്രവാചകൻ നിസാര പ്രവാചകനല്ല. ആരാണ്? മാന്യന്റെ മകൻ, മാന്യന്റെ മകൻ, മാന്യന്റെ മകനാണ് അദ്ദേഹം. ഏറ്റവും വലിയ മാന്യൻ ആരാണ്? ഇബ്രാഹിം നബി. ഇബ്രാഹിമിന്റെ മകനാണ് ആര്? ഇസ്ഹാഖ് നബി. ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബി. യാക്കൂബ് നബിയുടെ മകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ ചരിത്രം ഏതാ? അത്ഭുതകരമായ ചരിത്രം ഏതാണ്? യൂസുഫ് നബിയുടെ ചരിത്രം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അയ്യു ഖിസ്സത്തിൻ അഅജബു ഖസസിൽ ഖുർആൻ. നബിയേ ഏറ്റവും അത്ഭുതകരമായ ചരിത്രമേതാണ് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, ഖിസ്സത്തു യൂസുഫ, യൂസുഫ് നബിയുടെ ചരിതമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഏറ്റവും അത്ഭുതകരമായ ചരിത്രം. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് തരട്ടെ. അത് പഠിക്കുമ്പോഴേ കൂടപ്പറപ്പുകളുടെ കൂടെ നിന്നുള്ള കുത്തരികൾ മനസ്സിലാവുള്ളൂ, കുത്തുവാക്കുകൾ തിരിയുള്ളൂ. കൂടെ ജീവിക്കുന്നവർ, സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരാകട്ടെ സമൂഹത്തിൽപ്പെട്ടവരാകട്ടെ, അവരുടെയൊക്കെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ തിരിയണമെങ്കിൽ ഏത് സൂറത്ത് പഠിക്കണം? സൂറത്ത് യൂസുഫ് പഠിക്കണം. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് തരട്ടെ. അത്ഭുതകരമായ ചരിത്രം. യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യാൻ ഈജിപ്തിന്റെ പരമോന്നതമാകുന്ന പദവിയിലേക്ക് ബഹുമാനപ്പെട്ടവർ എത്തി. അതിനുശേഷമുള്ള ദുആ. പരമോന്നത പദവി എന്ന് പറഞ്ഞാൽ ഉന്നതമായ ഏറ്റവും വലിയ പദവി, പ്രധാനമന്ത്രി പദവിയാണ് ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയിട്ടുള്ളത്. സമുന്നതമായ പദവിയിൽ അദ്ദേഹം എത്തി. ചരിത്രം അറിയാമല്ലോ. ബഹുമാനപ്പെട്ടവര് പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയി തള്ളിയിട്ടു. യൂസുഫ് നബി അലൈഹിസ്സലാമിന് ആര്? സ്വന്തം സഹോദരങ്ങൾ തന്നെ കൊണ്ടുപോയ, കച്ചവടത്തിന് കൂടെ കൂട്ടുന്നു എന്ന നിലയ്ക്ക് കൊണ്ടുപോയി. വാപ്പയാകുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് നിർബന്ധം ചെലുത്തി ബാക്കിയുള്ളതാകുന്ന മക്കൾ എല്ലാവരും ബഹുമാനപ്പെട്ടതാകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ തള്ളിയിടാൻ സഹോദരങ്ങളാകുന്ന ആളുകൾ എല്ലാവരും ചിന്തിച്ചു നോക്കി. 10 പേരുണ്ട്. ആ 10 പേരും കൂടി കൊണ്ടുപോവാൻ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. കൊന്നുകളയാനായിരുന്നു തീരുമാനം. അപ്പോഴാണ് പൊട്ടക്കിണർ കണ്ടത്. നമുക്ക് ഇവനെ ഇവിടെ ഇട്ടേക്കാം, ഈ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടേക്കാം എന്ന് പറഞ്ഞ് അവരവിടെ ഉപേക്ഷിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അപ്പോൾ തന്നെ, അല്ലാഹു എന്നെ നീ രക്ഷപ്പെടുത്തണേ നാഥ, ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പരിപൂർണമായി എന്നെ നീ കരകയറ്റണേ റബ്ബേ. പൊട്ടക്കിണറ്റിലേക്ക് വീഴുമ്പോൾ തന്നെ ദുആ ചെയ്തു സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. അന്ന് യൂസുഫ് നബിക്ക് വയസ്സ് 10 ആണോ 17 ആണോ, രണ്ട് അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. 10 വയസ്സാണ് എന്ന ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി, ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുന്നു. കാരണം അദ്ദേഹത്തെ അന്ന് സഹോദരങ്ങൾ എടുത്തുകൊണ്ടാണ് പോയത്. വീട്ടിൽ നിന്ന് തോളിലെടുത്തിട്ട് ഭയങ്കര തോളിൽ കയറ്റിയിരുത്തി ഭയങ്കരമായിട്ട് സ്നേഹം കൊടുത്ത കൊണ്ടുപോകുന്നു. വാപ്പാടെ മുന്നിൽ നിന്ന് കൊണ്ടുപോകാൻ. തോളിൽ കയറ്റണമെങ്കിൽ 17 വയസ്സുള്ള ഒരു കുട്ടി ആരെങ്കിലും തോളിലെടുക്കും? 10 വയസ്സുള്ള. അതുകൊണ്ടാണ് 10 വയസ്സെന്നുള്ളതിന് ആര് അഭിപ്രായപ്പെട്ടു? ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ്. അപ്പോൾ 10 വയസ്സുള്ളതാകുന്ന ചെറിയൊരു മകനെ തോളിലെടുത്ത് സഹോദരങ്ങൾ കൊണ്ടുപോവാൻ നേരെ കൊണ്ടുപോയിട്ട് അവനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ആരോരും ഇല്ല, ഇവിടെ കടന്നങ്ങ് മരിക്കും എന്നുള്ള ചിന്തയിലാണ്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോൾ തന്നെ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബിനജ്ജിനി, അല്ലാഹുവേ എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, നീ എന്നെ രക്ഷിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ തിരുസവിധത്തിലാണ്. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞു അത്രേ,
ഖുദ് അബ്ദി യാ ജബ്രീൽ. അല്ലയോ ജിബ്രീലേ എന്റെ ദാസനാകുന്ന അടിമയാകുന്ന യൂസുഫിനെ പിടിക്കണേ ജിബ്രീലേ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ആകാശത്തിന്റെ ദിവനായ പടച്ച റബ്ബിന്റെ തിരുസവിധത്തിൽ നിന്ന് നൊടിയിടയിൽ ഞാൻ പറന്നിറങ്ങുകയാണ്. കുട്ടിയെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടതാകുന്ന സഹോദരങ്ങൾ അതാ പൊട്ടക്കിണറ്റിനുള്ളിലേക്ക് നോക്കി നിൽക്കെ പൊട്ടക്കിണറ്റിന്റെ താഴേക്ക് എത്തി. കുട്ടിയെ കൈകൊണ്ട് ഞാൻ കോരിയെടുത്തു. കുട്ടിയെ സുരക്ഷിതനാക്കിയെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം നൊടിയടയിൽ പറന്നിറങ്ങാൻ. അതാണ് റബ്ബിന്റെ സഹായം. ഈ കുട്ടിയാണ് പിന്നീട് രക്ഷപ്പെടുത്തി. ചരിത്രം വിശാലമാണ്, ചുരുക്കി പറയുന്നു. ബഹുമാനപ്പെട്ടതാകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുന്ന് പിന്നീട് വരികയാണ്. 40 കൊല്ലങ്ങൾക്ക് ശേഷം ഈ സഹോദരങ്ങൾ തന്നെ പിന്നീട് കാണുന്നു ഈജിപ്തിന്റെ പരമോന്നത പദവിയിലേക്ക് ആരെത്തി സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. ഇത് പറഞ്ഞ ഒരുപാട് പറയേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ചുരുക്കിയത് വേഗം തന്നെ. നമ്മുടെ വിഷയം അതല്ല, യൂസുഫ് നബിയുടെ ചരിത്രം പറയലല്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ടവർ ഈജിപ്തിൽ വന്നു. അദ്ദേഹം അവിടെ എത്തി. രാജാവുമായിട്ട് അവസാനം നല്ല ബന്ധവും കണക്ഷനും ഉണ്ടായി. ജയിൽവാസത്തിനൊക്കെ ശേഷം വിശാലമായ ചരിത്രമാണ്. ബഹുമാനപ്പെട്ടവർ ഉന്നതമായ പദവിയിലേക്ക് എത്തി. സാമ്പത്തികമാകുന്ന ക്രയവിക്രയങ്ങൾ മുഴുവനും നടത്തുന്ന അധികാരം ബഹുമാനപ്പെട്ടവർ കൽപ്പിച്ചു കൊടുത്തു രാജാവ്. സമുന്നതമായ പദവി അലങ്കരിച്ചുകൊണ്ട് നിലകൊള്ളവേ അദ്ദേഹം ചെയ്ത ദുആ സൂറത്ത് യൂസുഫിന്റെ അവസാനത്തിൽ അല്ലാഹു എടുത്തു പറയുന്നു. എന്തിനാ ഇത് പറയുന്നത്? അദ്ദേഹത്തിന്റെ പ്രാർത്ഥന വളരെയേറെ ശ്രദ്ധേയമായ പ്രാർത്ഥനയാണ്. വാളണ്ടിയേഴ്സ് ആരെങ്കിലും ഒരാൾ വന്നാണ്. എല്ലാവരും കൊടുത്തോളെ. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. ഒരു സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്ത് പറ്റി? ഒരു ജീവനില്ലല്ലോ നിങ്ങൾക്ക് ആർക്കും? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ നൽകുന്ന സ്വതക്കകൾ നീ കബൂലാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. പാരത്രിക ലോകത്ത് ഈ സ്വതക്കയിലൂടെ വിജയിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള സർവ്വ നിഅമത്തുകളും നിലനിർത്തണേ അല്ലാ. അത് വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. സാലിഹത്തുമായ സന്താനങ്ങളെ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങളാക്കണേ അല്ലാ. ഹാഫിളീങ്ങളാക്കണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ച മാതാപിതാക്കളായി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ പരമോന്നത പദവിയിൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുന്ന ദുആ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂസുഫിന്റെ അവസാന താളുകൾ പരിശോധിച്ച് നോക്കണേ പ്രിയപ്പെട്ട ഉമ്മ. ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലമതനി മിൻ തഅവീലിൽ ഹദീസ് فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما ألحقني بالصالحين
ബഹുമാനപ്പെട്ടതാകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്, പരമോന്നതമാകുന്ന പദവി നീ എനിക്ക് നൽകി റബ്ബേ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, രാജാതിരാജനെ പോലെ എന്നെ നീ വാഴിച്ചിരിക്കുകയാണ്. അധികാരം എന്റെ കൈവശം നീ നൽകിയിരിക്കുന്ന റബ്ബേ. ഇന്നെന്ത് ഞാൻ പറഞ്ഞാലും ഈ ഈജിപ്തിന്റെ മണ്ണിൽ നടക്കുന്ന സാഹചര്യം നീ എന്റെ കൈവശം നൽകി അല്ലാ. 40 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടതാകുന്ന സഹോദരങ്ങൾക്ക് മുന്നിൽ എനിക്കിതാ അധികാരം നൽകി റബ്ബേ. ഈ നാട്ടുകാര് മുന്നിലും അവരെല്ലാവരും സഞ്ചിയുമായിട്ട് എന്റെ മുന്നിൽ വന്നുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങേണ്ട ഗതികേട് നീ അവർക്ക് കൊടുത്തു അല്ലാ. എന്റെ മുന്നിൽ വന്നുകൊണ്ട് കൈകെട്ടി നിൽക്കേണ്ട അവസ്ഥ എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് നീ കൊടുത്തു റബ്ബേ. എന്നെ ഒരു കാലഘട്ടത്തിൽ നിഷ്ഠൂരമായി ക്രൂരമായി എന്റെ കൈകാലുകൾ പിടിച്ചുകൊണ്ട് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞതാകുന്ന എന്റെ പ്രിയ സഹോദരങ്ങൾക്ക് നീ കൊടുത്തതാകുന്ന എത്രയോ മോശമായ പ്രവർത്തനമാണ്. അവരെ നില്ലത്തിലാക്കി, അവരെ നിന്യതയിലാക്കി, അവരെ നിസ്സാരമാക്കി. എനിക്ക് നീ ഉന്നതമായ പദവികൾ നൽകി അല്ലാ. വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസ്, നീ എനിക്ക് സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു നൽകി. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നീ പഠിപ്പിച്ചു നൽകി. തീർന്നില്ല. ഫാത്തിറ സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അല്ലാഹ്, ആകാശഭൂമികളെ മുൻ പ്ലാനിംഗ് ഇല്ലാതെ സൃഷ്ടിച്ചതാകുന്ന പടച്ച റബ്ബേ. അന്ത വലിയീ ഫിദ്ദുനിയാ വൽ ആഖിറ, നീയാണ് എന്റെ സഹായി. ഈ ദുനിയാവിലും നീയാണ് എന്റെ സഹായി. വൽ ആഖിറ, പാരത്രിക ലോകത്തും നീയാണ് എന്റെ സഹായി. നിന്നിലേക്ക് മാത്രമാണ് ഞാൻ കരമുയർത്തുന്നത്. എനിക്കൊരു കാര്യം മാത്രമാണ് ചോദിക്കാനുള്ളത്. അധികാരം എന്റെ കൈവശം നൽകി. ഒരുപാട് വിജ്ഞാനങ്ങൾ നീ എനിക്ക് നൽകി. ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബേ, എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമാണ്. തവഫനി മുസ്ലിമൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോടൊപ്പം സച്ചരിതരോടൊപ്പം എന്നെ നീ ചേർക്കണേ അല്ലാഹ്. ആരാണ് ദുആ ചെയ്യുന്നത്? കണയന്നൂരിലുള്ള ഓരോ സഹോദര സഹോദരിമാരും ഹൃദയം കൊടുത്തെന്ന് ചിന്തിക്കണേ, കാത് കൊടുത്തെന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കണേ. പ്രവാചകരാണ്, പ്രവാചകരാ. ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠ പ്രവാചകന്റെ പേരിൽ തന്നെ ഒരു സൂറത്ത് അല്ലാഹു നൽകിയിരിക്കുന്നു. കാരണം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ചരിത്രത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റാൻ പറ്റുകയില്ല. എല്ലാ ഉമ്മത്തും പഠിച്ചിരിക്കേണ്ട ചരിത്രമാണ്. ഇനി ഖിയാമത്ത് നാൾ വരെ പാരായണം ചെയ്യപ്പെടുന്ന എന്നെന്നും ശാശ്വതികത്വം നൽകപ്പെട്ട ആദർശമായ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ, അവന്റെ കാറ്റലോഗായ, അവന്റെ വഴികാട്ടിയായ ആ ഖുർആൻ ഓതുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മറക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെതാകുന്ന സൂക്തം, വിശുദ്ധമായ സൂക്തമാകുന്ന സൂറത്ത് യൂസുഫിൽ അവസാനമായി അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അല്ലാഹു എടുത്തുദ്ധരിക്കുകയാണ്. ഫാത്തിറ സമാവാതി വൽ അർള് അൻത വലി ഫി ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. എന്നെ സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. കാരണം സാലിഹാകുക എന്നുള്ളത് നിസ്സാരമല്ല. പ്രവാചകനാകുന്ന യൂസുഫ് നബി പോലും ചോദിച്ചത് എന്താ? അല്ലാഹു എന്നെ നീ സാലിഹീങ്ങളിൽ ചേർക്കണേ. അപ്പൊ നമ്മൾ എത്ര ദ്വാരക്കണം? മുഅ്മിനീങ്ങളെ ചിന്തിക്കും. എല്ലാം കിട്ടി, അധികാരവും കിട്ടി, എല്ലാ സൗകര്യമുണ്ട്, അപ്പോഴും ദുആ എന്താ? എന്നെ മുഅ്മിനായി മരിപ്പിക്കണേ, എന്നെ സാലിഹീങ്ങളിൽ ചേർക്കണേ. ഇന്ന് നമുക്കിടയിൽ ഏറ്റവും വലിയ അഹങ്കാരികളായി നിലകൊള്ളുന്നത് നമ്മളെ പോലുള്ള ഇടത്തരക്കാരാണ്. സമ്പത്തിൽ തീരെ താഴെയുള്ളവർ അല്ലാഹുവിനെ ഓർക്കും, നല്ല മുകളിലുള്ളവർ പടച്ചറബിനെ ഓർക്കും, നിസ്കരിക്കും, ഒരാൾ പോലും ഒഴിവാകൂല. മീഡിയം നിലയ്ക്ക് ചെറിയ പൈസ, ചെറിയ കടമുറിയും കാര്യങ്ങളൊക്കെ കൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്ന ഒരു അഹങ്കാരികളാണ്, ഭയങ്കര അഹങ്കാരം.
ഭയങ്കര അഹങ്കാരം. നിസ്കാരം കറക്റ്റ് അല്ല, ഒന്നുമില്ല. പടച്ചവനോട് ഒരു സാലിഹാനും ചോദിക്കൂല, ഒന്നുമില്ല. ഭയങ്കര അമൽ ചെയ്യുന്നത് പോലെ നടക്കാൻ വട്ടപൂജ്യ. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പൈസ ഒന്നും ഇല്ലെങ്കിൽ പള്ളിയിൽ തന്നെ സാലിഹാകാൻ വേണ്ടി പരിശ്രമിക്കും. നല്ല പണമുള്ള ആളുകൾ, എത്ര ആളുകൾ ധനികരുണ്ട്, തഹജ്ജുദ് വരെ നിസ്കരിക്കും. പടച്ചറബിനെ ഭയപ്പാടുള്ളവർ. അന്നുള്ള കാര്യങ്ങൾ നടന്നു പോകത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങൾ പടച്ചറബ് നൽകിയ നമ്മളാണ് നന്നാകാത്തത്. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നമ്മൾ ഇന്ന് വരെ ജീവിച്ചിരുന്നിട്ട് ഇത്രയും കാലമായിട്ട് അല്ലാഹു എന്നെ നീ സാലിഹ്യങ്ങൾ ചേർക്കണമെന്ന് ദ്വാരുന്നിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? മുമ്പ് ബക്കറ്റിൽ പൈസ ഇടുമ്പോഴും അങ്ങനെ നിയത്തുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പോയതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ ദുന്യവിയായ ലക്ഷ്യം മാത്രമാണ് നമുക്ക്. അങ്ങനെ വരാൻ പാടില്ല. നമുക്ക് മാറ്റം ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കണേ. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലൈഹി وعلى والدي وأن أعمل صالحا ترضاه وأدخلني في عبادك الصالحين. ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹ് വഅന്ന അമല സാലിഹൻ തർളാ, നീ ചെയ്തതാകുന്ന നന്മകൾക്ക് മുഴുവനും നന്ദി പ്രകാശിപ്പിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ നൽകിയതാകുന്ന സമ്പത്ത്, നീ നൽകിയ ആഹാരം, നീ നൽകിയ വായു, നീ നൽകിയതാകുന്ന വീട്, നീ നൽകിയതാകുന്ന സൗകര്യങ്ങൾ എല്ലാം ആസ്വദിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനാണ് ഞാൻ. ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. അല്ലാഹുവേ പടച്ച റബ്ബേ, എനിക്കും എൻ്റെ മക്കൾക്കും നീ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. വഅൻ അമല സാലിഹൻ തർളാ, നീ സംതൃപ്തിപ്പെടുന്ന അമലുകൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. വഅൻ അമല സാലിഹൻ തർളാഹു, നീ സംതൃപ്തിപ്പെടുന്നതാകുന്ന അമലുകൾ അതേതാണെന്ന് നിനക്ക് മാത്രമാണ് അറിവുള്ളത്. എന്നെ കൊണ്ട് അത് നീ ചെയ്യിപ്പിക്കണേ അല്ലാഹ്. വഅദ്ഖിൽനി ഫീ റഹ്മതിക ഇബാദിക സ്വാലിഹീൻ, നിന്റെ സച്ചരിതനാകുന്ന അടിമകളിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സാലിഹീങ്ങളിൽ ചേർക്കണേ റബ്ബേ എന്ന് ആര് ദുആയിരുന്നു? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അവർ സാലിഹാണെന്ന് ഖുർആൻ പറഞ്ഞു ആദ്യം, അമ്പിയാക്കളല്ല. ഇപ്പൊ പറയുന്നത് എന്താ? ഈ അമ്പിയാക്കളൊക്കെ തന്നെ ദുആ ചെയ്തു. എന്ത്? ഞങ്ങളെയൊക്കെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ എന്ന് ദുആ ചെയ്തിരുന്നു ഖുർആൻ പറയാം. നമുക്ക് ആ ദുആ വേണം. മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ ഉണ്ടാവും ഈ മജ്ലിസിൽ. അല്ലാഹു നമുക്ക് സാലിഹായ മക്കളെ നൽകട്ടെ. നമ്മൾ എന്ത് ചോദിക്കണം? അല്ലാഹുവേ സാലിഹായ സ്ഥാനത്ത് എത്താ അല്ലാഹ്, അങ്ങനെ ചോദിക്കണം. അങ്ങനെയാണ് ദ്വാരക്കേണ്ടത്. ഖുർആൻ പരിശോധിക്കാൻ, ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ സാലിഹീങ്ങളാകുന്ന സന്താനത്തെ എനിക്ക് നീ നൽകണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തതായി വിശുദ്ധമായ ഖുർആൻ. പ്രായം 90 കഴിഞ്ഞിട്ടും ദുആ നിർത്തുന്നില്ല. കുട്ടിയെ താ അല്ലാഹ് എന്നല്ല ചോദിക്കുന്നത്, പെങ്ങളെ, സഹോദര സഹോദരി, പഠിച്ചു വെക്കേണ്ട പ്രാർത്ഥനയാണ്. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. സുബ്ഹാനല്ലാഹ്. പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു ഒരു മകനെ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. ഫബശർനാഹു, ബഹുമാനപ്പെട്ട ഇബ്രാഹീമിന് നാം സന്തോഷവാർത്ത നൽകി. ബിഗുലാമിൻ ഹലീം, സഹിഷ്ണുതയുള്ളതായ തഖ്വയുള്ള മകനെ അല്ലാഹു കൊടുക്കുകയാണ്. സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം.